ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യത്തെ എപ്പിസോഡ് റെയിൽവേയെക്കുറിച്ചും ട്രെയിനുകളെക്കുറിച്ചും എന്നെയും നിങ്ങളെയും പോലുള്ള റെയിൽവേ യാത്രക്കാരെക്കുറിച്ചുമാണ്. ട്രെയിനുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെയും കുറിച്ചാണ്. ഇപ്പോൾ കുറച്ച് വിഷ്വൽസ് കണ്ടുവല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മൊത്തമായി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റെയിൽവേസ് എത്ര മോശമാണ്, നമ്മുടെ ട്രെയിൻ എത്ര മോശമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പറയാനുണ്ട്, പക്ഷേ അതല്ല പ്രാവശ്യം പറയാൻ വന്നത്. വേറൊരു കാര്യമാണ്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ. ഈ രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യങ്ങളോ അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ റീച്ച് കൂട്ടാൻ അങ്ങനെ ഒരിക്കലും ശ്രമിക്കില്ല. എന്നെക്കൊണ്ടാവുന്നത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കിനെ കുറിച്ചോ സിനിമയെക്കുറിച്ചോ അങ്ങനെയുള്ള ലൊക്കേഷൻ വിശേഷങ്ങളോ നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തലോ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും എൻ്റെ അമ്മയുടെ അടിപൊളി കുക്കിംഗ് എൻ്റെ കുക്കിങ്ങുള്ള ശ്രമങ്ങൾ ഇതൊക്കെ കാണിക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ്. ആരെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഘോരഘോരമായി പ്രസംഗിക്കാനോ ഞാൻ ആരുമല്ല. ഞാൻ അതിനുള്ള ഒരു അങ്ങനത്തെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുമല്ല. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസസ്, രാജേഷ് അബ്ബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസസും എൻ്റെ ചില ചിന്തകളും. ഈ ഒരു റെയിൽവേ യാത്ര, ഞാൻ നിരന്തരമായിട്ട് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എൻ്റെ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ കാറിൽ അല്ലെങ്കിൽ ട്രെയിനിൽ, പിന്നെ വളരെ ദൂരെയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ എബ്രോഡിലൊക്കെ നമ്മൾ ഷോസിനോ അല്ലെങ്കിൽ ഷൂട്ടിനോ പോകുമ്പോഴാണ് പ്രൊഡ്യൂസറെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ കൂടുതലും പോകുന്നത് ട്രെയിനിലും കാറിലുമാണ്. അപ്പോൾ ട്രെയിനിൽ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം റെയിൽവേയെക്കുറിച്ചും എന്നെയും നിങ്ങളെയും പോലുള്ള റെയിൽവേ യൂസ് ചെയ്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെക്കുറിച്ചും ഈ എപ്പിസോഡ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചത്. അതായത് ട്രെയിനിൻ്റെ ബാത്റൂമും ഞാൻ ഇരിക്കുന്ന സ്ഥലവും ടാപ്പിൻ്റെ ഒക്കെ സ്ഥിതിയാണ് കാണിച്ചത്. യാത്രക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വിയറ്റ്നാം ട്രിപ്പിനെ കുറിച്ച് പറയുമ്പോഴും വേറെ പല യാത്രകളിലും ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തത്, നമ്മൾ എവിടെ പോയാലും നമ്മുടെക്കാട്ടും ദരിദ്രരായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ പോയാലൊക്കെ വൃത്തി എന്ന കാര്യത്തിൽ അവർ മുന്നിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇന്ത്യനെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കേണ്ടത് അവരുടെ രാജ്യത്തെക്കുറിച്ച് മോശം പറഞ്ഞിട്ടോ ഇത് ചൂണ്ടിക്കാണിച്ച ആളെ തെറി വിളിച്ചിട്ടോ അല്ലല്ലോ. ഇവിടെ വന്നാൽ വൃത്തിഹീനമായിട്ടൊന്നും കാണാതിരുന്നാൽ പോരെ. അപ്പം നമ്മളിലല്ലേ ആ മാറ്റം കൊണ്ടുവരേണ്ടത്. ഞാനിപ്പോൾ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റെയിൽവേക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, വന്ദേ ഭാരതിനെ പോലെ ഒരു ട്രെയിൻ ഇറക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ ട്രെയിനും അതുപോലെ, ഞാൻ പറയുന്ന എല്ലാ ട്രെയിനും അത്രയും ഹൈടെക് ആക്കണം എന്നല്ല, പക്ഷേ വൃത്തിയുടെ കാര്യത്തിലും മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും മോശമായിട്ട് വെക്കണം എന്നില്ല. അത് അവരുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ട കാര്യം. പക്ഷേ നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും നമുക്ക് കിട്ടേണ്ട റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളില്ലേ. അടുത്ത കുറച്ച് വിഷ്വൽസ് എന്നെയും നിങ്ങളെയും പോലെ ട്രെയിനിൽ നിരന്തരമായി യാത്ര ചെയ്യുന്ന പലരും, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, പലരും ട്രെയിനിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്ന് കാണും.
ഇരിക്കുന്ന സീറ്റിൽ ഉപയോഗിച്ച് നോക്കി അവിടെ അങ്ങ് ഇട്ടിട്ട് പോയി. അടുത്തതായി വരുന്ന ആൾ വേണം ഇതെടുത്ത് കളയാൻ. കണ്ടില്ലേ, നിങ്ങളും ഞാനും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ഞാൻ ട്രാവൽ ചെയ്തത് 2AC ആണ്. നിങ്ങൾക്ക് ആ കമ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോൾ മനസ്സിലാക്കാം. 2AC ആണോ 3AC ആണോ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണോ അങ്ങനെ സ്ലീപ്പർ ആണോ എന്നുള്ളതല്ല. ഏതൊരു സ്ഥലമാണെങ്കിലും നമ്മൾ ക്ലീനായിട്ട് വെക്കണം. പിന്നെ പലവരോടും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടല്ലോ, അത് അവരുടെ തൊഴിലല്ലേ എന്ന്. നമ്മുടെ ഒരു വീട് തൂത്ത് വരാറുണ്ട്, അതും പറഞ്ഞിട്ട് നമ്മളവിടെ തുപ്പി വെക്കുമോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ അവിടെ ഇട്ട് വെക്കുമോ? പിന്നീട് വന്ന് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ ഞാനോ പിന്നീട് എപ്പോഴെങ്കിലും തൂത്ത് വരും, അല്ലെങ്കിൽ പണിക്കാരിയോ ചില വീടുകളിൽ പണിക്കാരികൾ വന്ന് തൂത്ത് വരുമ്പോൾ നമ്മൾ ഇട്ട് വെക്കും, ഒരിക്കലും ചെയ്യില്ലല്ലോ. അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ കയ്യിൽ വെക്കും യൂസ് ചെയ്ത ബോട്ടിലോ അല്ലെങ്കിൽ അവർ പാക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക, അല്ലാണ്ട് നിലത്തിടുമോ? നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ വിവരം അറിയും നിലത്തിട്ട. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും റെയിൽവേസിന് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു കോഫി കുടിച്ചാൽ അത് നമ്മൾ പുറത്തേക്ക് പോയാൽ ഇപ്പോൾ എല്ലാ ബാത്റൂംസിൻ്റെ പുറത്തും വേസ്റ്റ് ബിൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ റെയിൽവേസ് എന്നല്ല, നമ്മുടെ പരിസരം വൃത്തിയായിട്ട് വെക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഞാൻ വിയറ്റ്നാം ആ വീഡിയോ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, വിയറ്റ്നാം പോയ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ അത്ര പോലും ഫിനാൻഷ്യലി മുന്നോട്ടുള്ള രാജ്യമല്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റാങ്കിങ്ങിൽ നമ്മളാണ് മുന്നിൽ, എന്താ പറയുക, ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ ആ രാജ്യത്ത് നമ്മൾ കുപ്പ കാണണമെങ്കിൽ നമ്മൾ തിരഞ്ഞു നടക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ നെഗറ്റീവായിട്ടുള്ള കുറേ കാണാറുണ്ട്, ഇന്ത്യനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതും. ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു ഒരു മഹാൻ ന്യൂയോർക്കിൽ പോയിട്ട് എന്താ പറയുക, മലമൂത്ര വിസർജനം ഇവിടെയും നടക്കുന്നുണ്ട് പറഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് ഒരു 3 സ്ഥലം കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ ഈ പണ്ട് സ്കൂളിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഓടി വന്ന് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പറയും, അതായത് എനിക്ക് മാത്രമല്ല എൻ്റെ സുഹൃത്തിനും മാർക്ക് കുറവാണെന്ന്. അതല്ലല്ലോ, നമ്മൾ പഠിച്ച് നന്നായി പാസ്സാവുക എന്നുള്ളതല്ലേ. അല്ല ന്യൂയോർക്കിൽ തെരഞ്ഞു പിടിച്ച് 3-4 സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ധൈര്യപൂർവ്വം നമുക്കും ചെയ്യാമെന്നാ, അവരും ചെയ്യണമെന്നാ ഞാനും ചെയ്യുന്നതാണോ പറയേണ്ടത്? അതേപോലെ തന്നെ ട്രെയിൻ വൃത്തിയായി വെക്കേണ്ടത് നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിത് ഷെയർ ചെയ്യുന്നത് നിരന്തരം റെയിൽവേയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലേ, ഞാൻ വേണ്ടത്ര അറിയാതെയോ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാറുന്നത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഹീറോയിൻ ആരാണ്? അച്ഛനും അമ്മയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ അതിശയപ്പെട്ട് പോയിട്ട് നമ്മൾ മംഗലാപുരത്തേക്കൊക്കെ പണ്ട് സ്ലീപ്പറാണ്, അന്ന് AC ഒന്നും ഇല്ലല്ലോ. സ്ലീപ്പറിലൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുപോകുക. ഇതൊക്കെ പൊതിഞ്ഞ് അമ്മ പ്ലാസ്റ്റിക് പാക്കറ്റിലിടുക. അപ്പോൾ പലവരും ജനലിൽ കൂടി എറിയുമ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ നോക്കും, അമ്മ എന്താ അറിയാത്തത്? അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിൽ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ പിന്നെ കത്തിച്ച് കളയുക എന്തെങ്കിലും ചെയ്യാം. ഇത് കണ്ട് അവരെൻ്റെ ഹീറോയിനുമാണ്. എൻ്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൺമുമ്പിൽ കാണുന്ന ദൈവങ്ങളായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അച്ഛനമ്മ എന്ന് പറയുന്ന ദൈവങ്ങളാണ് വിശ്വസിക്കുന്നത്. ഇത് കണ്ട് വളർന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്നത് കണ്ട് എൻ്റെ മക്കൾ ചെയ്യാൻ തുടങ്ങി. അതായത് അവരെവിടെയും വേസ്റ്റ് ഇടാറില്ല, ട്രെയിനിൽ നിന്നല്ല എവിടെയും ഇടാറില്ല. അപ്പം ഞാൻ പറയുന്നത് അച്ഛനമ്മയാണ് ഹീറോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ കണ്ടു വളരുന്നത്, നമ്മളൊരു ട്രാഫിക് ലൈറ്റിന് അവിടെ നിന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞു കുട്ടികൾ അത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ അച്ഛൻ ചെയ്തതിന് ഞാൻ ചെയ്താലും തെറ്റില്ല, അമ്മ ചെയ്തതിന്. സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ റെഡ് ലൈറ്റ് ഉണ്ടാകുമ്പോൾ അടിച്ച് പൊളിച്ച് പോകാറുണ്ടേ. ചില സ്ത്രീകളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ അല്ലേ, റെഡ് ലൈറ്റ് കണ്ടിട്ട് പെട്ടെന്ന് വെട്ടിയിട്ട് പോകാറുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകാറുണ്ട്. നമ്മളെ കണ്ട് വളരുന്നതാണ് നമ്മുടെ പിള്ളേർ. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇത് ശ്രദ്ധിക്കണം. റെയിൽവേസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിനും നമ്മൾ കൊടുക്കുന്ന ടാക്സിനും നമ്മൾ കൊടുക്കുന്ന കാര്യത്തിനും നമ്മളെ വോട്ട് കൊടുത്ത് അവർ ജയിപ്പിച്ച മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ പബ്ലിക് സർവൻസ്. അപ്പോൾ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റാഫ് പല സ്ഥലത്തും വണ്ടർഫുള്ളാണ്. പാലക്കാട് സ്റ്റേഷൻ ഈസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് എന്ന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിൽ അത് 2AC ആയിക്കോട്ടെ, ഫസ്റ്റ് AC ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വൃത്തി എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റമാണ്. പിന്നെ നമുക്ക് ധൈര്യപൂർവ്വം പറയാം റെയിൽവേസിനടുത്ത്, നിങ്ങൾ തരൂ. പിന്നെ ലാസ്റ്റായിട്ട് ഘോരഘോരമായി പ്രസംഗിച്ചൊരു വലിയ പ്രസംഗമാക്കി മാറ്റുന്നില്ല. അവസാനമായിട്ട് പറയാനുള്ളത് വന്ദേ ഭാരതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സ്ഥിരമായിട്ട് വന്ദേ ഭാരതിൽ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്തു. അടിപൊളി ട്രെയിൻ. അതിലും ബാത്റൂം പോയപ്പോൾ ടിഷ്യൂ പേപ്പർ ഫുൾ നിലത്തിട്ട് വെച്ചിരിക്കുന്നു.
മൊത്തമായിട്ടും അവിടെ സോപ്പ് ഇതാക്കി വെച്ചിരിക്കണം, പ്ലാസ്റ്റിക് പേപ്പേഴ്സ് ഇട്ടിരിക്കണം. അപ്പം നമുക്ക് ലോകത്തുള്ള ഏറ്റവും ലോകോത്തരമായ സൗകര്യങ്ങൾ തന്നാലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പം ഞാനും നിങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്താലേ നമുക്ക് ധൈര്യപൂർവ്വം പബ്ലിക് സർവൻസിനെയെന്നോ അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താ പറയുക റെയിൽവേസ് പോലെയോ എന്താണെങ്കിലും ശരി, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അടുത്ത് KSRTC ആണെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, നമുക്കിത് പറയാം ധൈര്യപൂർവ്വം. നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് നിങ്ങളും കൂടി ചെയ്യും. ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറണം. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ത്യയിലുള്ള ഫുഡ് വൃത്തിയായിട്ട് വെക്കുന്നില്ല, കൈ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ തുപ്പുന്നുണ്ട്, ഇവിടെ മലമൂത്ര വിസർജനം നടക്കുന്നുണ്ട് പറയുമ്പോൾ ഇതൊക്കെ സത്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ ചെയ്യാതിരിക്കുക, പേപ്പർ പുറത്ത് ഇടാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൈകോർക്കാം എന്ന് എനിക്ക് ട്രെയിൻ ജേർണിയിൽ ഉടനീളം തോന്നി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി അവിടെ കണ്ട വിഷ്വൽസ്, ട്രെയിനിൻ്റെ പ്രശ്നങ്ങളും നമ്മളെല്ലാവരും കൂടി ട്രെയിനിനെ എങ്ങനെ വെക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് അടുത്ത കാര്യത്തേക്ക് പോകാം. എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊരു മഹാനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ വളരുന്നു, നമ്മുടെ കണ്ണുകൾ കൂടുതൽ തുറക്കുന്നു, നമ്മൾ കൂടുതൽ അറിവുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ ഈ നെഗറ്റീവും ഫേക്ക് മെസ്സേജസൊക്കെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പലപ്പോഴും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള എക്സലൻറ്റ് സജഷൻസ് പറയാറുണ്ട്. അതുപോലെ തന്നെ റെയിൽവേസിൻ്റെ കാര്യത്തിൽ ഇന്നിവിടെ സംസാരിച്ചത് റെയിൽവേസ് ആയതുകൊണ്ട് ഞാൻ റെയിൽവേസിൻ്റെ കാര്യം പറയണം. നമുക്ക് എല്ലാവർക്കും കൈ കൊടുക്കാം, നമ്മുടെ സൈഡ് അടിപൊളിയാക്കാം, വൃത്തിയാക്കി സൂപ്പറാക്കി വെച്ച് ഓരോ ട്രെയിനിൻ്റെ അകവും ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാം. ഇത് ഞാൻ പോയി ഈ ട്രെയിൻ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ തിരിച്ചു വന്നപ്പോൾ ട്രെയിനിൻ്റെ അകമൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബാത്റൂമിൻ്റെ അവിടെ പോയപ്പോൾ ബാക്കിൻ്റെ പാനൽ, അതായത് ഫ്ലഷിൻ്റെ ഇപ്പോൾ പ്രസ് ചെയ്താൽ ഫ്ലഷ് ആവുന്നതാണല്ലോ ബാത്റൂംസിൽ, എൻ്റെ ബാക്കിൻ്റെ പുറത്തേക്കുള്ള പാനലൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പുറത്ത് വന്നിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ട്രെയിനിൽ പോകുന്നതാണ്, കൈ തട്ടിയ മുറിയും, അതിൻ്റെ ഉള്ളിൽ വയറുണ്ട്, തൊട്ട ഷോക്ക് അടിക്കും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സോ റെയിൽവേസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് റെയിൽവേസ് നോക്കട്ടെ. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് 100% പക്കയായിട്ട് ചെയ്യാം. ഇന്ത്യ ബ്യൂട്ടിഫുൾ ആക്കാം. ലെറ്റ് ഇന്ത്യ ബി ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു ഓത്തെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഈ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, വാച്ച് ആൻഡ് ഷെയർ രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലവ് യു ആൾ. ബൈ.